ഏഴാം ക്ലാസ്സിലെ 4-ാമത്തെ യൂണിറ്റ് 62-ാമത്തെ പേജ്. നഖ്റഉൽ ഹിവാറ വനുഹവ്വിലുഹു ഇലാ ഖിസ്വത്തിൻ. നമുക്ക് സംഭാഷണം വായിക്കാം, എന്നിട്ട് അതിനെ ഒരു കഥയാക്കി മാറ്റാം. നഖ്റഉൽ ഹിവാറ, ഹിവാർ നമുക്ക് വായിക്കാം. വനുഹവ്വിലുഹു, ഹവ്വല എന്ന് പറഞ്ഞാൽ മാറ്റി, നമുക്കതിനെ മാറ്റാം. ഇലാ ഖിസ്വത്തിൻ, ഒരു കഥയിലേക്ക്. താഴെ ഒരു സംഭാഷണം കൊടുത്തിരിക്കുന്നു. ഈ സംഭാഷണമാണ് നാം കഥയാക്കി മാറ്റേണ്ടത്. അതിനുവേണ്ടി സംഭാഷണം നമുക്ക് വായിച്ചു നോക്കാം. ഐനൽ ലലാമു, ഇതാണ് ടൈറ്റിൽ. ഇരുട്ടെവിടെ? ലലാമു മീൻസ് ഇരുട്ട്, ഡാർക്ക്നെസ്. ഇരുട്ടെവിടെ? ജാ സ്വൈഫു, ഉഷ്ണകാലം വന്നു. ചൂടുകാലം, വേനൽക്കാലം, സമ്മർ. വഹാന യോമുൽ ഹസാദ്, കൊയ്ത്തിന്റെ ദിവസം വന്നു. ഹാന സമയമായി, ദിവസമായി, അതിനാണ് ഹാന എന്ന് പറയുന്നത്. ഹാന യോമുൽ ഹസാദ്, കൊയ്ത്ത് ദിവസമായി, കൊയ്ത്തിന്റെ സമയമായി. ഫഅതൽ ഗനിയു തമ്മഉ, അപ്പോൾ അത്യാർത്ഥിക്കാരനായ, അത്യാഗ്രഹിയായ പണക്കാരൻ വന്നു. അത്ത മീൻസ് വന്നു. അതൽ ഗനിയു തമ്മഉ, അത്യാഗ്രഹിയായ പണക്കാരൻ വന്നു. ഇലാ ജാരിഹി അൽ ഫഖീർ, തൻ്റെ അയൽവാസിയായ ഒരു പാവപ്പെട്ട ആളുടെ അടുക്കലേക്ക് വന്നു. ജാറ് മീൻസ് അയൽവാസി, ഫക്കീർ പാവപ്പെട്ടയാള്. ഉഷ്ണകാലം വന്നപ്പോൾ പണക്കാരൻ തൻ്റെ അയൽവാസിയായ ഫക്കീറിൻ്റെ അടുക്കലേക്ക് പോയി. അൽ ഖനിയു, ഖനി ആ ഫക്കീറിനോട് പറയുകയാണ്. അപ്പോൾ ഖനിയും ഫക്കീറും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾക്ക് കഥയാക്കി മാറ്റേണ്ടത്. ഖനി എന്താണ് പറയുന്നത്? സ്വബാഹുൽ ഖൈർ, അൽ ഫക്കീർ സ്വബാഹുൻ നൂർ. അൽ ഖനിയു, അലാ തഹസുദു സർഇ, അല്ലയും ഇന്ന് നീ എൻ്റെ കൃഷി കൊയ്യുന്നില്ലേ? അലാ തഹസുദു, നീ കൊയ്യുന്നില്ലേ? സർഇ, എൻ്റെ കൃഷി, അല്ലയും ഇന്ന്. ഹസദ എന്ന് പറഞ്ഞാൽ കൊയ്തു, കൃഷി കൊയ്യുക, നെല്ല്, ഗോതമ്പ്, അതൊക്കെ കൊയ്യുക എന്നാണ് പറയുക അല്ലേ. എൻ്റെ നെല്ല് നീ കൊയ്യുന്നില്ലേ? അൽ ഫക്കീർ, ബല, കൊയ്യുന്നു. യെസ്, ഞാൻ ചെയ്യാം. അന മുസ്തഇദ്, ഐ എം റെഡി, ഞാൻ റെഡിയാണ്, ഞാൻ തയ്യാറാണ്. അപ്പോൾ ഖനി പറയുകയാണ്, തആൽ, വരൂ, നംഷിൽ ആൻ, നമുക്ക് നടക്കാം. നംഷി, നമുക്ക് നടക്കാം. അൽ ആൻ, നമുക്കൊന്ന് നടക്കാം, ഇപ്പോൾ നമുക്കൊന്ന് നടക്കാം. അൽ ഫക്കീർ, അങ്ങനെ അവർ നടന്നു പോയിക്കൊണ്ട് സംസാരിക്കുകയാണ്. ഫക്കീർ എന്താണ് ചോദിക്കുന്നത്? കം സാഅത്തൻ സഅമലു, ഞാൻ എത്ര സമയം ജോലി ചെയ്യണം? കം സാഅത്തൻ, എത്ര സമയം? സഅമലു, ഞാൻ ജോലി ചെയ്യണം. വക്കം ഉജറത്തി, എൻ്റെ പ്രതിഫലം എത്രയാണ്? ഉജറത്ത് മീൻസ് കൂലി, പ്രതിഫലം. എൻ്റെ കൂലി എത്രയാണ്? എനിക്ക് എത്ര രൂപ തരും കൊയ്താൽ, ജോലി ചെയ്താൽ? അൽ ഖനിയു, അൽ അമലു മിൻ തുലൂഇ ശംസി ഹത്തൽ ലലാം, ജോലി സൂര്യൻ ഉദിച്ചത് മുതൽ ഇരുട്ടുന്നത് വരെയാണ്. അൽ അമലു, ജോലി, മിൻ തുലൂഇ ശംസി, സൂര്യൻ ഉദിച്ചത് മുതലാണ്. മിൻ തുലൂ, ഉദിച്ചത് മുതൽ. ഹത്ത, ഏതുവരെ? ഹത്തൽ ലലാം, ഇരുട്ട് വരെ. രാവിലെ മുതൽ ഇരുട്ട് വരെയാണ് ജോലി എന്നാര് പറഞ്ഞു? ഖനി പറഞ്ഞു. സഉതിക കീസൻ സ്വഗീറൻ മിനൽ അർസ്, അങ്ങനെ ജോലി ചെയ്താൽ ഞാൻ നിനക്ക് ഒരു ചെറിയ സഞ്ചിയിൽ അറുസ്, നെല്ല് തരാം. കൂലിയായിട്ട് എന്ത് തരും? നെല്ല് തരും. എത്ര? ചെറിയൊരു സഞ്ചി നിറയെ നെല്ല് തരും. സൗതീക, ഞാൻ നിനക്ക് നൽകും. കീസൻ, ഒരു സഞ്ചി നൽകും. സ്വഗീറൻ, ചെറിയൊരു സഞ്ചി. മിനൽ അറുസ്, അറുസിന്റെ ചെറിയൊരു സഞ്ചി ഞാൻ നിനക്ക് നൽകും. അതായത് ഒരു ചെറിയ സഞ്ചിയിൽ അറുസ്, നെല്ല് നൽകും. അൽ ഫക്കീർ, ഐവ, ഓക്കെ യാ സയ്യിദി, ഓക്കെ സർ, ശരി, ഞാൻ ചെയ്തോളാം എന്നാര് പറഞ്ഞു? ഫക്കീർ പറഞ്ഞു. ചെറിയ കൂലിയാണെങ്കിലും ഫക്കീറാണ് അല്ലേ, ആ ചെറിയ കൂലി തന്നെ ഫക്കീറിന് വലിയൊരു കാര്യമായിരിക്കും. അങ്ങനെ ബദ അൽ ഫക്കീർ യഹ്സുദു സർഅ, ഫക്കീർ കൃഷി കൊയ്യാൻ തുടങ്ങി. വ ഇൻദൽ ഗുറൂബി വസല ഇലാ ബൈത്തിൽ ഖനി, സൂര്യൻ അസ്തമിച്ചപ്പോൾ അയാൾ ഖനിയുടെ, പണക്കാരന്റെ വീട്ടിലെത്തി. ഇൻദൽ ഗുറൂബ്, സൂര്യൻ അസ്തമിച്ചപ്പോൾ, അസ്തമയ സമയത്ത്. വസല, അയാൾ എത്തി. ഇലാ ബൈത്തിൽ ഖനി, പണക്കാരന്റെ വീട്ടിലേക്ക്. അൽ ഖനിയു, ലിമ അൻതഹുന, നീ എന്താണ് ഇപ്പോൾ ഇവിടെ? ലിമ അൻതഹുന, നീ എന്താണ് ഇവിടെ? ലം യത്തിമ്മ വഖ്തു അമലിക, നിന്റെ ജോലിയുടെ സമയം കഴിഞ്ഞിട്ടില്ല. ലം യത്തിമ്മ, പൂർത്തിയായിട്ടില്ല. വഖ്തു അമലിക, നിന്റെ ജോലിയുടെ സമയം.
അമല് മീൻസ് ജോലി, അമലിക്ക നിന്റെ ജോലി. നിന്റെ ജോലിയുടെ വക്ത് സമയം ലം യത്തിമ്മ പൂർത്തിയായിട്ടില്ല, പിന്നെ നീ എന്താണ് ഇങ്ങോട്ടേക്ക് വന്നത്? പോയി ജോലി ചെയ്യൂ. അപ്പോൾ അൽ ഫക്കീറു ഗാബത്ത് ശംസു സൂര്യൻ അസ്തമിച്ചല്ലോ. അൽ ഉജ്റ എൻ്റെ പ്രതിഫലം, സൂര്യൻ അസ്തമിക്കുന്നത് വരെ എന്നാണല്ലോ ആദ്യം പറഞ്ഞത് അല്ലേ? അപ്പോൾ എൻ്റെ പ്രതിഫലം തരൂ. അപ്പോൾ ഖനിയ് പറയുന്നു, ഷുഫ് നോക്കൂ, അൽ ഖമറു യുനീറുൽ അർള ചന്ദ്രൻ ഭൂമിയെ പ്രകാശിപ്പിക്കുന്നുണ്ട്. ഹുവ അഹുശംസി അത് സൂര്യന്റെ സഹോദരനാണ്. ചന്ദ്രൻ സൂര്യന്റെ സഹോദരനാണ്. ചന്ദ്രൻ ഭൂമിയെ പ്രകാശിപ്പിക്കുന്നുണ്ട്. അയിനല്ലലാ മുഹന ഇവിടെ ഇരുട്ടെവിടെ? ഞാൻ എന്തായിരുന്നു പറഞ്ഞത്? ഖനി എന്താണ് പറഞ്ഞത് ഫക്കീറിനോട്? ഇരുട്ടുന്നത് വരെ ജോലി എന്നാണ് പറഞ്ഞത്, സൂര്യൻ അസ്തമിക്കുന്നത് വരെ എന്നല്ല. എന്താണ് പറഞ്ഞത്? നമുക്കിവിടെ നോക്കിയാൽ കാണാം, അൽ അമലു മിൻ തുലൂഇ ശംസി ഹത്തൽ ലലാം ഇരുട്ടുന്നത് വരെയാണ് ജോലി എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ ഇരുട്ടെവിടെ? ഇരുട്ട് കാണാനില്ലല്ലോ, കാരണം ആകാശത്ത് ചന്ദ്രൻ വന്നിരിക്കുന്നു. ചന്ദ്രന്റെ വെളിച്ചം ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇരുട്ടെവിടെ? അപ്പോൾ നിന്റെ ജോലിയുടെ സമയമായിട്ടില്ല, പോയി ബാക്കി ജോലി ചെയ്യൂ എന്നാര് പറഞ്ഞു? ഖനി പറഞ്ഞു. ഹസദൽ ഫഖീർ അസ്സുറുഅ ബിദൂനി നൗമി വഅതാ ബിഹാ ഇലൽ ഖനി. അങ്ങനെ നമ്മുടെ പാവം ഫക്കീർ എന്ത് ചെയ്തു? ആ പാവപ്പെട്ടയാള് ഹസദ സുറുഅ ആ കൃഷി മുഴുവൻ ഹസദ കൊയ്തു. ബിദൂനി നൗമി ഉറക്കമൊന്നുമില്ലാതെ, ബിദൂനി മീൻസ് വിത്തൗട്ട് ഇല്ലാതെ, ഉറക്കമില്ലാതെ അയാൾ ജോലി ചെയ്തു. വഅതാ ബിഹ എന്നിട്ട് അത് കൊണ്ടുവന്നു. ബിഹ മീൻസ് അതാ ബിസുറു അല്ലെ, ആ കൊയ്ത കൃഷി അറുസ് അയാൾ കൊണ്ടുവന്നു. ഇലൽ ഖനി ആ പണക്കാരനിലേക്ക്, മുതലാളിയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഖനി ഹാത്തിൽ കീസ ഇനി സഞ്ചി തരൂ, ഔതീക ഉജറത്തക്ക ഞാൻ നിനക്ക് നിന്റെ കൂലി തരാം, സഞ്ചി നീട്ടു. അപ്പോൾ ഫക്കീർ എൻഡി കീസുൻ ഇതാ എൻ്റെ അടുക്കൽ ഒരു കീസുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കീസ്, ഒരു സഞ്ചി അങ്ങോട്ട് നീട്ടിക്കൊടുത്തു. അൽ ഖനി വൈഹക് നിനക്ക് നാശം, ഹാദാ കീസുൻ കബീർ ഇത് വലിയൊരു കീസാണല്ലോ, ഇത് വലിയ സഞ്ചിയാണല്ലോ. ഞാൻ നിന്നോട് എന്താണ് പറഞ്ഞത്? ചെറിയ സഞ്ചി അരി തരും എന്നാണ്, നെല്ല് തരും എന്നാണ് പറഞ്ഞത്. ഇത് സഞ്ചി വലുതാണ്, ഇത് ഞാൻ നെല്ല് തരില്ല, ചെറിയ സഞ്ചി കൊണ്ടുവരൂ എന്നാര് പറഞ്ഞു? ഖനി പറഞ്ഞു. വൈഹക് നിനക്ക് നാശം. അൽ ഫക്കീർ മാ വജത്തു കീസൻ സ്വഗീറൻ ഫി ബൈത്തി എൻ്റെ വീട്ടിൽ ചെറിയ സഞ്ചി ഞാൻ കണ്ടില്ല. മാ വജത്തു ഞാൻ കണ്ടില്ല, കീസൻ സ്വഗീറൻ ചെറിയ സഞ്ചി ഫി ബൈത്തി എൻ്റെ വീട്ടിൽ. ഫ അതൈതു ബി അഖീഹിൽ കബീർ അപ്പോൾ ഞാൻ അവൻ്റെ മൂത്ത സഹോദരനെ, വലിയ സഹോദരനെ കൊണ്ടുവന്നിരിക്കുന്നു. ഫ അതൈതു ബി അഖീഹി ഞാൻ അതിൻ്റെ സഹോദരനെ കൊണ്ടുവന്നു. അത ബി മീൻസ് കൊണ്ടുവന്നു. അതൈതു ബി അഖീഹി അഖിനെ കൊണ്ടുവന്നു. അൽ കബീർ ആരുടെ അഖിനെ? അഖിഹി ഹി മീൻസ് അഖിൽ കീസി ആ കീസിന്റെ അഖിനെയാണ് ഞാൻ കൊണ്ടുവന്നത്, സഹോദരനെയാണ് ഞാൻ കൊണ്ടുവന്നത്. അൽ കബീർ മൂത്ത സഹോദരനെ, വലിയ സഹോദരനെ, അതാണ് ഈ സഞ്ചി. അൽ ഖനി ഹല്ലിൽ കീസി ഇഖ്വ കീസിന് സഹോദരങ്ങൾ ഉണ്ടാവോ? ഖനി ചോദിക്കുകയാണ്. അൽ ഫക്കീർ തബഅൻ തീർച്ചയായും. ഇന്ന ബലദൻ ഫീഹി ശംസു വ അഖൂഹ ഫലാ അജബ അൻ യകൂന ഫീഹി ഇഖ്വത്തുൻ ലിൽ കീസി സൂര്യന് സഹോദരനുള്ള നാട്ടിൽ സഞ്ചിക്ക് സഹോദരനുണ്ടാകുന്നതിൽ അത്ഭുതമില്ല. തബഅൻ തീർച്ചയായും. ഇന്ന ബലദൻ ഒരു നാട്, ഫീഹി ശംസു വ അഖൂഹ സൂര്യനും അതിൻ്റെ സഹോദരനും ഉള്ള ഒരു നാട്, ഫലാ അജബ അപ്പോൾ അത്ഭുതമില്ല, അന്യക്കൂന ഫീഹി അന്യക്കൂന ഫി ദാലിക്കൽ ബലദി ആ നാട്ടിൽ ഉണ്ടാകുന്നതിന് അത്ഭുതമില്ല. എന്തുണ്ടാകുന്നതിന്? ഇഖ്വത്തുൻ ലിൽ കീസി കീസിന് സഹോദരങ്ങൾ ഉണ്ടാകുന്നതിന് അത്ഭുതമില്ല. അതുകൊണ്ട് എൻ്റെ കൂലി ഇതിൽ തരൂ യജമാന, അല്ലെങ്കിൽ എൻ്റെ കൂലി ഇതിൽ തരൂ മുതലാളി എന്ന് ഫക്കീർ ആ ഖനിയിനോട് പറഞ്ഞു. ഇതാണ് സംഭാഷണം. ഈ സംഭാഷണത്തെയാണ് നമ്മളൊരു കഥയാക്കി മാറ്റേണ്ടത്. എങ്ങനെ ഒരു കഥയാക്കാം എന്ന് നോക്കാം. കാനഫിയ കറിയത്തിൻ ഖനിയുൻ തൊമ്മാഉൻ തുടക്കം ഇവിടെ കൊടുത്തിരിക്കുന്നു. ഒരു ഗ്രാമത്തിൽ ഒരു അത്യാഗ്രഹിയായ ഖനി പണക്കാരനുണ്ടായിരുന്നു. ലഹു ജാറുൻ ഫക്കീറുൻ അയാൾക്കൊരു ഫക്കീറായ പാവപ്പെട്ടവനായ അയൽവാസിയും ഉണ്ടായിരുന്നു. ബാക്കി എങ്ങനെ എഴുതാം? ലമ്മ അത്തസൈഫു ഉഷ്ണകാലം വന്നപ്പോൾ തൊലബൽ ഖനിയു മിനൽ ഫക്കീരി ഖനി പണക്കാരൻ ആ ഫക്കീറിനോട് ആവശ്യപ്പെട്ടു അൻ യഹ്സുദ അർസഹു തൻ്റെ നെല്ല് കൊയ്യാൻ. അൻ യഹ്സുദ കൊയ്യാൻ, അർസഹു തൻ്റെ നെല്ല്. വ മുദ്ദത്തുൽ അമലി ജോലിയുടെ സമയം മിൻ തുലൂഇ ശംസ് ഇലൽ ലലാമി സൂര്യൻ്റെ ഉദയം മുതൽ ഇരുട്ടുവരെയാണ്.
മിൻ തുലു ഇഷംസി സൂര്യന്റെ ഉദയം മുതൽ സൂര്യൻ ഉദിച്ചത് മുതൽ ഇലല്ലാമി ഇരുട്ട് വരെയാണ് ജോലിയുടെ സമയം. വ ഉജറത്തുൽ അമലി ജോലിയുടെ പ്രതിഫലം കൂലി കീസുൻ സഗീർ മിനൽ അർസി ഒരു ചെറിയ സഞ്ചി നെല്ലാണ് ജോലിയുടെ കൂലി. ഫവാഫക്കൽ ഫക്കീറു ലഹു ഫക്കീർ അയാളോട് യോജിച്ചു, സമ്മതിച്ചു. ഓക്കെ, ജോലി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫബദ അൽ ഫക്കീറു അൽ ഹസാദ ഫക്കീർ ഹസാദ് കൊയ്ത്ത് തുടങ്ങി. ഹസാദ് മീൻസ് കൊയ്ത്ത്, ജോലി ചെയ്യാൻ തുടങ്ങി. വലമ്മ വറബത്ത് ഷംസു അങ്ങനെ സൂര്യൻ അസ്തമിച്ചപ്പോൾ ആദ ഇലൽ ഖനി അയാള് ഖനീന്റെ അടുക്കലേക്ക് മടങ്ങി. ആദ മീൻസ് മടങ്ങി, ഇലൽ ഖനി ഖനിയിലേക്ക് മടങ്ങി. ആര്? ഫക്കീർ. വതലബ മിൻഹു ഉജ്റതഹു എന്നിട്ട് അയാളോട് ഖനീനോട് തന്റെ പ്രതിഫലം ആവശ്യപ്പെട്ടു. തലബ മിൻഹു ആവശ്യപ്പെട്ടു, അയാളോട് ആവശ്യപ്പെട്ടു ഉജ്റതഹു തന്റെ പ്രതിഫലം. ലാക്കിൻ അൽ ഖനിയ തമ്മ അലം യുഅതി ലഹു അൽ ഉജ്റത പക്ഷേ അത്യാഗ്രഹിയായ ആ ഖനിയെ ആ പണക്കാരൻ ലം യുഅതി ലഹു അയാൾക്ക് നൽകിയില്ല, ആ ഫക്കീറിന് നൽകിയില്ല അൽ ഉജ്റത പ്രതിഫലം നൽകിയില്ല, കൂലി നൽകിയില്ല. ഖായിലൻ പറഞ്ഞുകൊണ്ട്, എന്ത് പറഞ്ഞുകൊണ്ട്? ബി അൻ ലം യതിമ്മ വഖ്തുൽ അമലി ജോലിയുടെ സമയം പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ലി അന്നൽ ഖമറ കാരണം ചന്ദ്രൻ യുനീറുൽ അർള ഭൂമിയെ പ്രകാശിപ്പിക്കുന്നുണ്ട്. വലം യഅതിൽ ലലാം അതേപോലെ ഇരുട്ട് വന്നിട്ടില്ല. വൽ ഖമറു അഹുശംസി ചന്ദ്രൻ സൂര്യന്റെ സഹോദരനാണ്, അതുകൊണ്ട് പോയി ജോലി ചെയ്യൂ, സമയമായിട്ടില്ല എന്നാര് പറഞ്ഞു? ഖനി പറഞ്ഞു. ഫഹസദൽ ഫഖീറു അൽ അർസ കുല്ലഹ ബിദൂനി നൗമി അപ്പോൾ നമ്മുടെ ഫക്കീർ ആ നെല്ല് മുഴുവൻ ഉറക്കമില്ലാതെ കൊയ്തു. വ അതാബിഹ ഇലൽ ഖനി എന്നിട്ടത് ഖനിയിലേക്ക് ഖനീന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. അതാബിഹ ആ നെല്ല് കൊണ്ടുവന്നു ഇലൽ ഖനി ഖനിയിലേക്ക്. വ മദ്ദ കീസൻ കബീറൻ എന്നിട്ട് വലിയൊരു കീസ് നീട്ടി, വലിയൊരു ബാഗ് നീട്ടി ഇലൽ ഖനി പണക്കാരന്റെ നേരെ നീട്ടി. ത്വാലിബൻ ഉജ്റതഹു തന്റെ കൂലി ആവശ്യപ്പെട്ടുകൊണ്ട്, ത്വാലിബൻ ആവശ്യപ്പെട്ടുകൊണ്ട്, ഉജ്റതഹു തന്റെ കൂലി പ്രതിഫലം ആവശ്യപ്പെട്ടുകൊണ്ട് വലിയൊരു ബാഗ് അങ്ങോട്ട് നീട്ടി. ഫഖാലൽ ഖനിയു അപ്പോൾ ഖനി പറഞ്ഞു, ഇന്നഹു കീസുൻ കബീറുൻ ഇത് വലിയൊരു സഞ്ചിയാണെന്ന് പറഞ്ഞു. വ അൻ യഅതിയ ബി കീസിൻ സഗീറിൻ ഒരു ചെറിയ സഞ്ചി കൊണ്ടുവരാനും പറഞ്ഞു. ഫഖാലൽ ഖനിയു ഖനി പറഞ്ഞു, ഇന്നഹു കീസുൻ കബീറുൻ അതൊരു വലിയ സഞ്ചിയാണ്. വ അൻ യഅതിയ കൊണ്ടുവരാൻ ബി കീസിൻ സഗീറിൻ ചെറിയൊരു സഞ്ചി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. കമ കാല ഖബ്ലൽ അമലി അയാൾ ജോലിക്ക് മുമ്പ് പറഞ്ഞതുപോലെ ചെറിയൊരു ബാഗ് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഫ അജാബൽ ഫക്കീറു അപ്പോൾ ഫക്കീർ ഉത്തരം നൽകി, അന്നഹു ലം യജിദ് കീസൻ സഗീറൻ ഫി ബൈതിഹി താൻ തന്റെ വീട്ടിൽ ചെറിയ സഞ്ചി കണ്ടില്ല എന്ന് ഫക്കീർ പറഞ്ഞു. ഖാലൽ ഫക്കീർ അജാബൽ ഫക്കീറു ഫക്കീർ റിപ്ലൈ കൊടുത്തു, അന്നഹു ലം യജിദ് അയാള് കണ്ടില്ല എന്ന് മറുപടി പറഞ്ഞു. എന്ത് കണ്ടില്ല എന്ന്? കീസൻ സഗീറൻ ചെറിയ ബാഗ് കണ്ടില്ല എന്ന് മറുപടി പറഞ്ഞു. ഫി ബൈതിഹി തന്റെ വീട്ടിൽ. ഫ അതാ ബി അഖീഹിൽ കബീർ അപ്പോൾ അയാള് ആ ചെറിയ സഞ്ചിയുടെ സഹോദരനായ മൂത്ത സഹോദരനെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. വഖാല എന്നിട്ട് ഇതുകൂടെ പറഞ്ഞു, ഇന്ന ബലദൻ ഫീഹി ശംസു വ അഖൂഹ സൂര്യന്റെ സഹോദരനുമുള്ള നാട്ടിൽ ഫല അജബ അത്ഭുതമില്ല അൻ യകൂന ഫീഹി ഇഖ്വത്തുൽ ലിൽ കീസി സഞ്ചിക്ക് സഹോദരങ്ങൾ ഉണ്ടാകുന്നതിന് അത്ഭുതമില്ല. ഫൽതുറൽ ഖനിയു അപ്പോൾ ഖനി നിർബന്ധിതനായി അൻ യുതീഹിൽ അർസ ഫീ ദാലികൽ കീസിൽ കബീർ ആ വലിയ കീസിൽ അർസ് നെല്ല് നൽകാൻ ഖനിയെ നിർബന്ധിതനായി. ഇൽതുറ എന്ന് പറഞ്ഞാൽ നിർബന്ധിതനായി. അൽ ഖനിയെ നിർബന്ധിതനായി അൻ യുതീഹി ആ ഫക്കീറിന് നൽകാൻ അൽ അർസ നെല്ല് നൽകാൻ ഫീ ദാലികൽ കീസിൽ കബീരി ആ വലിയ കീസിൽ നെല്ല് നൽകാൻ ഖനി നിർബന്ധിതനായി. ഇങ്ങനെ നമുക്ക് ആ സംഭാഷണത്തെ ഒരു കഥയാക്കി മാറ്റാം.